കുറേ പേര് എനിക്ക് ഡാനീസ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഫാമിലി വ്ളോഗേഴ്സാണ്. അവർ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഫാമിലി വ്ളോഗ്, ഡേ ടു ഡേ ലൈഫ് കോണ്ടൻറ്റ് ചെയ്യുന്ന, അവരുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗൊക്കെ ചെയ്യുന്ന കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സാണ്. ഇപ്പോൾ ഡാനീസ് ഡേയ്സിൽ വന്നിട്ടുണ്ടായിരുന്ന റീസെൻറ്റ് വീഡിയോസിൻ്റെ കുറേ ലിങ്ക് എനിക്ക് കുറച്ചധികം പേര് ഷെയർ ചെയ്ത് തന്നു. ഞാൻ നോക്കുമ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനു മുമ്പും കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, ഫാമിലി വ്ളോഗേഴ്സിന് ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഭയങ്കര വ്യൂവർഷിപ്പ് ആയിരിക്കും അതിനകത്ത്. ആൻഡ് കമൻറ്റ് ബോക്സിനകത്ത് അവരെ ഉപദേശിക്കാനും അവരുടെ നന്മകൾ പറഞ്ഞു കൊടുക്കാനും, ഇല്ലെങ്കിൽ അവർക്ക് ഇത് ചെയ്യരുത് അത് ചെയ്യരുത് അങ്ങനത്തെ സജഷൻസ്, പിന്നെ കുറേ ചീത്ത വിളി, എന്താണെങ്കിലും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കമൻറ്റ് ബോക്സ് ആയിരിക്കും. വ്യൂവർഷിപ്പ് ഭയങ്കര ഹൈ ആയിരിക്കും. സോ പ്രഗ്നൻസി എപ്പോഴും ഫാമിലി വ്ളോഗേഴ്സിന് ഭയങ്കര ഒരു എന്താ പറയുക, കണ്ടൻറ്റ് വാല്യൂ കൂടിയൊരു ടോപ്പിക്കാണ്. സോ ഡാനീസ് ഡേയ്സിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുണ്ട്, വൈഫ് പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞിട്ട് പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ലേഡി കരയുകയാണ്. ഓക്കെ, അപ്പം ഞാൻ ഈ പ്രഗ്നൻസി റിവീൽ ചെയ്ത പല വീഡിയോസും പല ഫാമിലി വ്ളോഗേഴ്സും ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിൽ ഈ കരച്ചിൽ എപ്പോഴെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷം കൊണ്ട് വരുന്നൊരു കരച്ചിലാണ്. ഇവിടെ പ്രഗ്നൻ്റ് ആയതിൽ വിഷമിച്ചിട്ടാണ് ഈ ലേഡി കരയുന്നത്. അതിനൊരു റീസണും ഉണ്ട്. സോ കുറച്ചധികം കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, ഇത് കണ്ടൻറ് മേക്കിംഗ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. ഓക്കെ, അതിലൊരു തെറ്റുമില്ല, അവരുടെ കോണ്ടൻ്റാണ്, ഒരു വിഷയങ്ങളും അതിനകത്തില്ല. കാരണം അവരുടെ കോണ്ടൻറ്റ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം, ആളുകളുടെ മുന്നിലേക്ക് അവരെ എത്തിക്കാം. ഓക്കെ, അത് കാണാൻ വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് കാണാം. ഇത് കോണ്ടൻറ് ക്രിയേഷനാണ് എന്നുള്ളതിന് ഞാനിവിടെ 2 വീഡിയോ പോർഷൻസ് വയ്ക്കാം. എന്തിനു പേടിക്കുന്നത്? ഇങ്ങനെ കാര്യം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ്. അപ്പം നിങ്ങളെല്ലാരും ഒരു കാര്യം ചോദിച്ചു, ഒറ്റൊരു വീഡിയോയിലായിരുന്നു ചോദിച്ചു, 1-2 ഷോർട്സിൽ ചോദിച്ചു. അങ്ങോട്ട് മുമ്പിലോട്ട് ഞാൻ കൊണ്ടാക്കാടി. ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ഡാനീസ് ഡേയ്സ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇന്ന് രാവിലെ എണീറ്റിട്ട് പോയി താടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് 10 മണിയായി. അച്ചു ഇപ്പോഴാണ് എണീറ്റത്. ഞാനാണെങ്കിൽ രാവിലെ 8 മണി തൊട്ട് പറഞ്ഞാണ് അച്ചു എണീക്കുന്നത്. പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ, ആ വീഡിയോൻ്റെ തുടക്കത്തിൽ ഇവർ കൊടുത്തത് ആ ലേഡി കരയുന്ന ആ പോർഷൻ എടുത്തിട്ടാണ്. സോ ഇത് കാണുമ്പോഴേ, ഇനി ഇതല്ല അവരുടെ ഇപ്പോൾ കണ്ടിന്യൂസ്ലി റീസെൻ്റ്ലി വന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾ നോക്കിയാൽ മതി, കരയുന്നതോ ഛർദ്ദിക്കുന്നതോ ആയിട്ടുള്ള ഒരു പോർഷൻ ആ വീഡിയോൻ്റെ എവിടെയെങ്കിലും ഒരു പോർഷൻ കാണുമടേ. ഓക്കെ, ആ പോർഷൻ്റെ അകത്തുനിന്നാണ് ഫസ്റ്റ് ഫ്രണ്ടിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഗതി കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇതൊരു കോണ്ടൻറ് ക്രിയേഷനാണ്. സോ ആ കോണ്ടൻറ് ക്രിയേഷൻ അവർക്ക് ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് വാല്യൂ, വ്യൂവർഷിപ്പ് റേറ്റിംഗ്, ഒരു 15 മിനിറ്റ് 12 മിനിറ്റ് വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജ്ഡ് ആവുന്നത് ഈ ലേഡി എന്തിന് ഛർദ്ദിച്ചു, ഈ ലേഡി എന്തിന് കരഞ്ഞു, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം, അത് ഭയങ്കര പീക്കിംഗ് പോയിൻ്റാണ് വ്യൂവർഷിപ്പിൻ്റെ. ആ പീക്കിംഗ് പോയിൻ്റ് എടുത്തിട്ട് വീഡിയോയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം, അവരുടെ കണ്ടൻറ്റിൻ്റെ വാല്യൂവിന് വേണ്ടിയിട്ടും അവരുടെ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ടുമാണ്. അതൊരു തെറ്റല്ല. ബിക്കോസ് ഇത് കാണാൻ ഇവിടെ കേരളത്തിലെ ആളുകളുണ്ട്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, പണ്ടത്തെ സീരിയലുകൾ കണ്ട അത് കാണുമ്പോൾ ഒരു ഏച്ചുകൂട്ടലുണ്ട് സീരിയലിനൊക്കെ ഇപ്പോൾ അല്ലേ. ഒരിക്കലും ഒരു റിയൽ ആയിട്ടുള്ള സംഗതിയായിട്ട് ആളുകൾ, ഓഡിയൻസ് എടുക്കുന്നില്ല ഇപ്പോഴത്തെ സീരിയലുകളൊക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ഫാമിലി വ്ളോഗ്സാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വീട്ടിൽ. സ്മാർട്ട് ടി വി ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, എൻ്റെ വീട്ടിൽ അമ്മ, അനിയത്തി അടക്കം എല്ലാവരും സ്മാർട്ട് ടി വി ഉള്ളപ്പോൾ ഇട്ട് കാണുന്നത് ഇങ്ങനത്തെ ഡെയിലി വ്ളോഗുകളാണ്. ഫാമിലി വ്ളോഗേഴ്സിൻ്റെ, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ, ഇവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ഇവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതൊരു റിയാലിറ്റി പറഞ്ഞാലും, റിയൽ ആയിട്ടുള്ള റിയാലിറ്റി റീലിൽ പറഞ്ഞാലും കാണാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവരുടെ കോണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് അവർ അത് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇനി കമ്മിങ് ടു ദിസ് കരച്ചിൽ, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സങ്കടം, കാര്യങ്ങൾ, ഞാൻ വീണ്ടും പറയുന്നു, വ്യൂവർഷിപ്പ് മാറ്റേഴ്സാണ്. ഞാനാണെങ്കിലും ഇവരാണെങ്കിലും ആരാണെങ്കിലും വീഡിയോ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ആ ഒരു വ്യൂവർഷിപ്പിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, ലൈക്ക് അവരിലേക്ക് കാര്യങ്ങൾ നമ്മുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എത്തിക്കുക, അല്ലെങ്കിൽ അവർ ഓക്കെ ഇതാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് അവർക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും വീഡിയോസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവരുടെ ചാനലിലുള്ള ആ ഒരു ഡിഫറെൻറ്റ് ഫ്ലക്ച്വേഷൻ നോക്കിയാൽ മതി വ്യൂവർഷിപ്പിൻ്റെ. പ്രഗ്നൻസി അല്ലാത്ത സമയത്ത് ഇവർ ഈ നോർമൽ കോണ്ടൻറ്റുകൾ ചെയ്ത സമയത്തും
പ്രഗ്നൻസി ടൈമിലുള്ളതും ആൻഡ് ഇതിന് മുമ്പ് അവർക്ക് കുട്ടി ഉണ്ടായ സമയത്ത് അവർ ഇട്ട വീഡിയോൻ്റെയും ആ ടൈമിലുണ്ടായിരുന്ന വ്യൂവർഷിപ്പ് ഒക്കെ സ്ക്രീൻഷോട്ട് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ആ ചാനലിൽ കയറി നോക്കിയാൽ മതി. ഫൈൻ. അപ്പോൾ എന്താണെങ്കിലും ഇതിലിപ്പോൾ ഈ ലേഡി കരഞ്ഞു. ഈ ലേഡി കരഞ്ഞത് അവരുടെ ആ ഒരു ടൈമിലൊക്കെ പലരും പല പോലെയാണ്. മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സെയിം അല്ല. ഓക്കെ, എല്ലാ മനുഷ്യന്മാർക്കും ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൈൻഡ്, അവരുടെ സിറ്റുവേഷൻ, അവരുടെ ലൈഫ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ഫൈൻ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞപ്പോൾ അവർക്ക് വേറൊരു തരം ഇമോഷനാണ് വന്നത്. അതായത് അവർക്ക് ആദ്യത്തെ കുട്ടിയെ ഇനി കൂടുതൽ കെയർ കൊടുത്ത് നോക്കാൻ പറ്റില്ലേ എന്നുള്ള സങ്കടത്തിൻ്റെ മുകളിലാണ് അവർ കരഞ്ഞു തുടങ്ങിയത്. ഇതിപ്പോൾ മാത്രമല്ല, അവരിതിന് മുമ്പും കരഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണെങ്കിലും ഈ കരഞ്ഞൊരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം. ഏറ്റവും കൂടുതൽ ചർച്ചയായ വീഡിയോയിലേക്ക് നമുക്ക് പോവാം. എന്റെ ദൈവം ഇങ്ങനെ കരയാതെ നിനിമ അമ്മ കരയും നോക്കി കിടന്ന് പൊട്ടി കരയുന്നുണ്ട് അമ്മ. അയ്യയ്യേ അതിനിപ്പോ എന്തോത്തിന് കരയുന്നത്? എല്ലാവർക്കും ഇപ്പൊ ടിൻസൊക്കെ ഉണ്ടാവുന്നവരെന്തോ ചെയ്യും? ടിൻസൊക്കെ ആവുന്നവരെന്തോ ചെയ്യും? പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു, ഒരു ടെൻഷനും ഇല്ല. അല്ലേ നീനമ്മ? അതിങ്ങട് അതിൻ്റെ ഇടയ്ക്ക് സൈഡ് കുരുത്തൊക്കെ ഇട്. തടി 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 ഇവിടെ. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പൊ നീനൊരു കൂട്ടോടായെന്നില്ലേ ഉള്ളു, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ എന്നെ കരയുന്നത്? നീന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എല്ലാരും ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ, പിന്നെന്തോത്തിന് പേടിക്കുന്നത്? കരണ്ടടി ഗൈസ്. എക്സ്പെക്റ്റ് ചെയ്യാതല്ലേ വരേണ്ടത്. എക്സ്പെക്റ്റ് ചെയ്യുന്ന വരുന്ന ആൾ അടിപൊളിയായിരിക്കും, ചെയ്യാതെ വരുന്ന ആള് നീ ടെൻഷൻ അടിക്കണ്ട. നീ ടെൻഷൻ അടിക്കണ്ട. ഇനിമ കണ്ട അമ്മച്ചി കരയുന്നുണ്ടാ? അമ്മ കരയുന്നു, അമ്മ കരയുന്നു. അമ്മ ആശ്വസിപ്പിക്ക്. കരയാതിരി, നീ ഇങ്ങോട്ട് കരയാതിരി. ആ അമ്മ ആശ്വസിപ്പിക്ക്. ആശ്വസിപ്പിക്കാൻ അടിക്കുമോ? എന്തിനു പേടിക്കുന്നത്? അങ്ങോട്ടത്തെ കാര്യം ഒന്നും ആലോചിക്കല്ല. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നീ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നീ കരയാതിരിക്കുക. എന്തിനു കരയുന്നത്? എന്തിനു കരയാതിരിക്കുക? അപ്പൊ നീനോനൊരു കൂട്ടായില്ലേ? പോസ്റ്റ് ആവത്തില്ല എന്തായാലും നീനു, അല്ലേ നീനുമ്മ? ഓ ഓക്കെ, ഇതാണ് ആ ഒരു പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോയിൽ ആ ലേഡി കരയുന്ന ആ ഒരു പോർഷൻ. അവർ ചിന്തിക്കുന്നത് അവർക്ക് ആദ്യത്തെ കുട്ടിയെ ഇനി പഴയ പോലെ നോക്കാൻ പറ്റൂ, അവർക്ക് കെയർ കൊടുക്കാൻ പറ്റൂ. പുതിയൊരാൾ വരുമ്പോഴത്തേക്ക് ഇനി അറ്റൻഷനും കെയറൊക്കെ അവിടെ പോയില്ലേ, ആദ്യത്തെ കുട്ടിയുടെ ഒരു അവസ്ഥ ഒരു അമ്മയ്ക്ക് തോന്നാവുന്ന കൺസേൺ ആണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടെ ഈ ചെക്കൻ ഒരുപാട് ചീത്തകൾ കേൾക്കുന്നു. പ്രിക്വേഷൻ എടുക്കാത്തത് നിങ്ങളുടെ പ്രശ്നമല്ലേ എന്ന് പറയുന്നു. പ്രിക്വേഷൻ എടുത്തിട്ടും പ്രഗ്നൻസി വരുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇതിൽ ഈ ദൈവം തരുന്നതാണ് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദൈവം തരുന്നതിലൂടെ അത് ഞാൻ ഇതിന് മുന്നേ കുറേ സംസാരിച്ച മാറ്ററാണ്. ദൈവം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, ഒരുപോലെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ദൈവം തരുന്നത് എന്നുള്ളതിനോടൊന്നും എനിക്ക് പേഴ്സണലി എൻ്റെ തോട്ടിൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് എന്ത് വന്നാലും ദൈവത്തിൻ്റെ കാരണം കൊണ്ടാണെന്നൊക്കെ പറയുന്നവർ, സന്തോഷം വന്നാലും ചീത്ത വന്നാലും ദൈവത്തിൻ്റെ തലയ്ക്ക് കൊണ്ടുപോയിടും. അതൊരു ശരിക്ക് അങ്ങോട്ട് ഇടലാണ്. നല്ലത് വന്നാലും ദൈവം തന്നു, ചീത്ത വന്നാലും ദൈവം എനിക്കത് തന്നല്ലേ. രണ്ട് ടോണാണ് ആ സാധനം. എന്താണെങ്കിലും അത് ദൈവത്തിൻ്റെ തലയിൽ വെച്ചിട്ട് അവർ അതങ്ങനെ ആണ്. വിശ്വാസികൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിൽ ദൈവം തന്നു നമ്മുടെ അടുത്തു എന്ന് പറയുന്നത് അതൊരു അട്രോഷ്യസ് സാധനമാണ്. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ കേസിൽ ഈ ലേഡി ഇതിന് മുമ്പ് ഞാൻ ആ റീൽ വീഡിയോ ഇവിടെ വയ്ക്കാം, അവരുടെ
കുട്ടി ഉണ്ടായ ടൈമിൽ, ആദ്യത്തെ ഫസ്റ്റ് കുട്ടി ഉണ്ടായ സമയത്ത് ഞാൻ കുട്ടി കരഞ്ഞപ്പോൾ ഒപ്പം കരയായിരുന്നു ഈ ലേഡി. അപ്പം എനിക്ക് തോന്നുന്നത് ഈ പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾ മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ടിരിക്കണം. ആൻഡ് പ്രഗ്നൻസി ആകുമ്പോൾ തന്നെ ഇത് ഓക്കെ അല്ലാത്ത സിറ്റുവേഷനും അവർക്ക് വരും. സോ അത് ടാക്കിൾ ചെയ്യുക എന്നുള്ളത് അവരുടെ ആ ഒരു സഫറിങ് ജേണി, ലൈക്ക് അതൊരു ഭയങ്കര ജേണിയാണ്. ആ ജേണിയിൽ അവരത് എല്ലാവരും അതിങ്ങനെ സഫർ ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരും പ്രസവിക്കാറും. അതുപോലെ തന്നെയാണ് ഈ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ വ്യക്തിയൊപ്പം. ഇതിലിപ്പോൾ കുറേ പേര് ഹസ്ബൻഡിനെ പോയി തെറി വിളിക്കുന്നുണ്ട്. നിങ്ങൾ പ്രൈവറ്റായിട്ട് വെക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ, നിങ്ങൾ പബ്ലിക് ആക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ബാക്ക്ലാഷുകൾ വരും, പല രീതിയിലുള്ള ചോദ്യം ചെയ്യുകളും തെറി വിളികളും ഉപദേശങ്ങളും വരും. യെസ്, ഡെഫിനറ്റ്ലി ആണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവർ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഒരു കോണ്ടൻറ് ക്രിയേഷൻ തന്നെയാണ് നടക്കുന്നത്. അത് ചെയ്യുന്നത് അവരുടെ ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അവർക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ഇൻകം കൊണ്ടാണ് അവരുടെ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഇനി നാളെ ഒരു ബേബി വരുമ്പോൾ ആ ബേബീനെ അക്കോമഡേറ്റ് ചെയ്യാനും ഇപ്പോഴുള്ള ബേബിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ഇതേ യൂട്യൂബ് ചാനൽ വഴി തന്നെയാവും റവന്യൂ കാര്യങ്ങളൊക്കെ അവർ ജനറേറ്റ് ചെയ്യുന്നത്. സോ അത് ആ കോണ്ടൻറ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് അവർ ഡെഫിനറ്റ്ലി വീഡിയോ എടുക്കും, ആളുകളെ കാണിക്കും, എല്ലാവരും ചെയ്യും. ഡേ ടു ഡേ വ്ളോഗാണ് ചെയ്യുന്നത്, അവരുടെ ഡേ ആണ് കാണിക്കുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈലാണ് കാണിക്കുന്നത്. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹാപ്പി ഫേസസ് മാത്രമല്ല, സങ്കടത്തിൻ്റെ ഫേസിലാണ് അവർക്ക് കൂടുതലായിട്ടുള്ള വ്യൂവർഷിപ്പ് വരുന്നത് എന്നുണ്ടെങ്കിൽ അവരത് കാണിക്കും. അത് ഒരു വട്ടമല്ല, മൾട്ടിപ്പിൾ ടൈംസ്, ചിലപ്പോൾ മൾട്ടിപ്പിൾ വീഡിയോസിൽ അത് കാണിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ തിരിച്ചൊരു കംപ്ലൈൻറ്റ് ഇവർ പറയുന്നതിനോട് എനിക്ക് ചെറിയൊരു ഇതുണ്ട്. അതായത് നമ്മളിങ്ങനെ നമ്മളെ കോണ്ടൻറ്റിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യം, അതായത് എവിടെ കോണ്ടൻറ്റിൽ എന്ത് കാണിച്ചാലാണ് വ്യൂവർഷിപ്പ് കയറുന്നത്, എൻഗേജ്മെൻറ്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ കാണിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് ആളുകൾ വന്നിട്ട് എല്ലാവരും നല്ലത് പറയണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും നല്ലത് പറയില്ല. ഇപ്പോൾ ഇവരുടെ ഒരു റീസെൻറ്റ് വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഈ വ്യക്തി ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്, ഈ ഹസ്ബൻഡ്. ഹേയ് ഫാം, ദിസ് ഈസ് ഡാനി ഹിയർ. ദിസ് ഈസ് ഫോർ സംവൺ ഹൂ ഹരാസിങ് ടു മച്ച് ടു മച്ച് എന്നാണ് ഉദ്ദേശിച്ചത്. ദിസ് കമൻറ്റ് സെക്ഷൻ എഗെയിൻസ്റ്റ് us. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് താങ്ക്സ്. പിന്നെ ഈ വീഡിയോയിൽ തെറ്റായി നിങ്ങൾ എന്താണ് കണ്ടത്? അച്ചു ഫിസിക്കലി ഓക്കെ അല്ലായിരുന്നു, ദാറ്റ്സ് വൈ ഷീ ക്രൈഡ്. മെൻ്റലി ഷീ ഈസ് ഫൈൻ നൗ. പ്രിക്വേഷൻ എടുത്തില്ല എന്നും മുറവിളി കൂട്ടുന്നവരോട് ഹൂ ടോൾഡ് യു ദാറ്റ്? കോപ്പർട്ടി മാത്രമാണോ പ്രിക്വേഷൻ? പ്രിക്വേഷൻ എടുത്തിട്ടാണ് പ്രഗ്നൻ്റ് ആയത്. വൺ മോർ തിങ്, അവൾ കുഞ്ഞിന് വേണ്ട എന്ന് പറഞ്ഞിട്ടല്ല കരയുന്നത്, എൻ്റെയും കുഞ്ഞിൻ്റെയും പിന്നെ വീട്ടിൽ കാര്യങ്ങൾ. ദെൻ കറൻ്റ്ലി ഹർ ഫിസിക്കൽ ഡിസ്കംഫർട്ട്. അവൾക്ക് സപ്പോർട്ടായി എന്തിനും ഞാനും ഉണ്ട്. ഇപ്പോൾ ആക്സിഡൻ്റലി പ്രഗ്നൻ്റ് ആയതാണേലും വി ആർ നോട്ട് റെഡി ടു അബോർട്ട് ദ ബേബി. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. ഞങ്ങൾക്ക് കുഞ്ഞിനെ വേണ്ടെന്നോ ഒന്നും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഷോ ഹർ കറൻറ്റ് സിറ്റുവേഷൻ. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ അച്ചുവിനെ കാണിക്കാതെ വീഡിയോ കംപ്ലീറ്റ് ആകില്ല. സോ പ്ലീസ് അവോയ്ഡ് കൾച്ചർലെസ് കമൻറ്റ്സ്. ഇങ്ങനൊരു കമൻറ്റ് ഈ വ്യക്തി ഇട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇങ്ങനൊരു കമൻറ്റ് ഇട്ടത് പിൻ ചെയ്യേണ്ട ആവശ്യം ഇല്ല. കാരണം നിങ്ങൾ ചെയ്യുന്ന കോണ്ടൻറ്റിനകത്ത് നിങ്ങളെല്ലാം ഈ പറഞ്ഞ പോലെ വൈഫിൻ്റെ സിറ്റുവേഷനും കാണിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രം വന്നിരുന്ന് എന്താണെങ്കിലും വീഡിയോ കണ്ടിട്ട് പോവില്ലല്ലോ. കണ്ടിട്ട് പോകുന്നവരിൽ ഇത് കാണുന്ന സമയത്ത് ഇവൻ എന്തിനാണ് ഇത് കാണിക്കണേ എന്ന മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ അത് സംസാരിക്കുന്ന ആളുകൾ ഡെഫിനറ്റ്ലി എന്ത് കാണും? നിങ്ങളുടെ വീഡിയോ കാണും. ആ വീഡിയോ കാണുന്ന ആളുകളുടെ കൂട്ടത്തിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും നല്ല കമൻറ്റ് ഇടണം എന്നുള്ള ഡിമാൻഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഒരിക്കലും നമുക്കത് പറ്റില്ല. സോ ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ കണ്ട കമൻറ്റ്സ് അവോയ്ഡ് ചെയ്തിട്ട് വിടുക. നമുക്ക് കിട്ടുന്ന റീച്ചും നമുക്ക് കിട്ടുന്ന വ്യൂവർഷിപ്പും വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മാത്രം നോക്കുകയാണ് ദ ബെറ്റർ തിങ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പ്രഗ്നൻസി ടൈമിൽ ഇടുന്ന വീഡിയോസിനകത്ത് മെജോറിറ്റിയും സപ്പോർട്ട് ആവും. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ സപ്പോർട്ടാണ്. ബിക്കോസ് അവരെപ്പോഴും ആ ഹാപ്പി സ്റ്റേജ്, ഹാപ്പി ഫേസ് ആണ്. ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്കിലൊരു ലേഡിയുടെ വീഡിയോ എപ്പോഴും അധികം ഇരുന്ന് കാണാറുണ്ട്. ബ്രിണ്ടോന്നാണ് അവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ പോയി നോക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞ് നീച്ച ഉടനെ നീ പ്രസവ ശുശ്രൂഷ ചെയ്യാതെ നീ ബൈക്ക് ഓടിക്കാൻ പോകുന്നു, കാർ ഓടിക്കാൻ പോകുന്നു, അമ്മായിമ്മ പറഞ്ഞത് കേൾക്ക്. ഹെവി എൻഗേജ്മെൻറ്റ്സ് ആണ് ഇതിനകത്ത്, ഹെവി എൻഗേജ്മെൻറ്റ്സ് ആണ്. ഇത് വീഡിയോ ഇടുന്ന ഇവർക്കും അറിയാം, ഈ വീഡിയോ ഇടുന്ന എല്ലാ കോണ്ടൻറ് ക്രിയേറ്റേഴ്സിനും അറിയാം. അവരുടെ പ്രഗ്നൻസി വീഡിയോ USP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിക്കാൻ ആളുകൾ വരുന്നു, കാണാൻ വരുന്ന ആളുകളെല്ലാം ഉപദേശിച്ചിട്ട് പോകുന്നു. ബിക്കോസ് എല്ലാവരും ലൈഫിൽ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞവരോ
അല്ലെങ്കിൽ ഈ സ്റ്റേജിലേക്ക് പോകുന്നവരോ മെജോറിറ്റി കഴിഞ്ഞിരിക്കുന്ന ആളുകളാണ് ഇതിൽ കമൻറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ വ്യൂവർഷിപ്പും വരുന്നത്. ഓക്കെ, അവരൊക്കെ ചിലപ്പോൾ അവരുടെ ലൈഫുമായിട്ട് ഇവരുടെ ഈ ഒരു പ്രഗ്നൻസി ടൈം ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇവർ എന്തെങ്കിലും സ്ട്രഗിളിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ സ്ട്രഗിളിലൂടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സർവൈവൽ എങ്ങനെയായിരുന്നു എന്നോ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്വൈസുകൾ കൊടുക്കും. അങ്ങനെ ഇതിൻ്റെ ഒരു വ്യൂവർഷിപ്പ് റേഞ്ച് തന്നെ വേറെയാണ് ഈ പ്രഗ്നൻസിയുടെ. അപ്പം അങ്ങനെയുള്ള വലിയൊരു ക്രൗഡുള്ള സ്ഥലത്തേക്ക് ഈ ലേഡി ഛർദ്ദിച്ചതും കരയുന്നതും ഇങ്ങനെ കൺസേൺ പറയുന്നതും ഇത് ശരിക്കും നമ്മുടെ, എനിക്ക് തോന്നുന്നില്ല പ്രഗ്നൻസി വീഡിയോസ് റിവീൽ ചെയ്ത് പ്രഗ്നൻസി ടൈമിലുള്ള ആളുകൾ ചിലപ്പോൾ വയറുവേദന അല്ലെങ്കിൽ ഡിസ്കംഫേർട്ടിനെ കുറിച്ച് പറയുന്നുണ്ടാവും. അത് ഈ കുട്ടി ഉള്ളത് കൊണ്ട് വേറൊരു കുട്ടി വരുമ്പോൾ അതിനെക്കുറിച്ച് കരയുന്ന ഒരമ്മയുടെ വീഡിയോ ഇതുവരെയായിട്ട് ആരും പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം ഇവർക്ക് എത്രത്തോളം ഒരു മിക്സ് ബാക്ക് കമൻസും കാര്യങ്ങളും വ്യൂവർഷിപ്പും വരാനുള്ള കാരണം. എന്താണെങ്കിലും ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ കുട്ടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചിരുന്നു, ഇവർക്കിപ്പോൾ കുട്ടി ഉണ്ടായി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വീഡിയോസൊക്കെ ഇവിടെ തന്നെ കിടക്കൂടി. കാരണം ഇവരൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ എത്രത്തോളം ഓണായിട്ടിരിക്കണോ അത്രത്തോളം കാലം ഇതിനകത്ത് തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സോ ഡെഫിനറ്റ്ലി കുട്ടി ഉണ്ടായിട്ട് ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ പഴയ പോലെയല്ല, ഭയങ്കര ഏർലി ആയിട്ട് തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് എക്സ്പോസ്ഡ് ആവും. അച്ഛനും അമ്മയും വ്ളോഗിങ്ങും കാര്യങ്ങളും പരിപാടിയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അത്രയും പെട്ടെന്ന് അതിലേക്ക് അഡാപ്റ്റ് ആവും. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈവൻ പഴയ പോലെ എല്ലാ കുട്ടികളിലേക്കും നിൻ്റെ അമ്മ അന്ന് നിന്നെ ഗർഭിണിയായ സമയത്ത് ഇങ്ങനെ കരഞ്ഞിരുന്നു, അൺഎക്സ്പെക്റ്റഡായി വന്ന കുട്ടി, അല്ലെങ്കിൽ നീ ഉണ്ടാകുമ്പോഴത്തേക്കുള്ള സങ്കടം, അങ്ങനെയൊക്കെ ചിലപ്പോൾ സൊസൈറ്റി ഈ കുട്ടിയോട് പറയില്ലേ എന്നുള്ള കൺസേൺ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിലും ഞാൻ വായിച്ചു, കുറേ പേരോട് ഡിസ്കസ് ചെയ്തപ്പോൾ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പാരൻസിന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് അവർക്ക് പാരൻ്റാണല്ലോ ഗൈഡ് ചെയ്യേണ്ടത്. പാരൻസ് ഗൈഡൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഇത് ഇന്ന കാര്യമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരേണ്ട വിഷയങ്ങളൊക്കെ തന്നെ കാണുള്ളൂടെ. മനസ്സിലായോ? എനിക്കങ്ങനെയാണ് ഫീലാവുന്നത്. എന്താണെങ്കിലും എല്ലാം നല്ല രീതിയിൽ പോട്ട്, മനസ്സിലായോ? എല്ലാം നല്ല രീതിയിൽ പോട്ട്. അവർക്ക് കിട്ടേണ്ട വ്യൂവർഷിപ്പ് അവർക്ക് കിട്ടട്ടെ. സ്ട്രഗിളോ കാര്യങ്ങളോ ഒക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും. ഇവരത് കാണിക്കാൻ റെഡി ആവുന്നുണ്ട്. അത് ഇനിയിപ്പോൾ പലരും പറയും അത് വിൽക്കേണ്ട ആവശ്യമുണ്ടോ? അവരുടെ ഇഷ്ടമാണ് ആ വീഡിയോയിൽ അത് കാണിച്ചിട്ട് അത് കോണ്ടന്റ് ആക്കിയിട്ട് അതിന് വ്യൂസ് വാങ്ങണോ, അതിന് മോണിറ്റൈസ് ചെയ്ത് കാശ് വാങ്ങണോ എന്നുള്ള അവരുടെ താല്പര്യമാണ്. ഇപ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. പിന്നെ ഇങ്ങനെ വീഡിയോ ഇടുന്നവരോടും പറയാനുള്ളത്, നിങ്ങളിത് കാണിക്കുമ്പോഴും അത് വ്യൂവർഷിപ്പിനെ എന്താ പറയുക പീക്കിൽ കൊണ്ടുപോയി എത്തിച്ച് അതിന് നല്ലൊരു വ്യൂവർഷിപ്പ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണല്ലോ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ നടത്തുന്നത്. ഒന്നിലേക്ക് 2 സ്ട്രാറ്റജി ആയിരിക്കാം. ഒന്നിന് നെഗറ്റീവിനെ പ്രൊവോക്ക് ചെയ്ത് വീണ്ടും നെഗറ്റീവ് ആക്കി, അല്ലെങ്കിൽ അവരുടെ വ്യൂവർഷിപ്പ് നെഗറ്റീവ് സൈഡിൽ വ്യൂവർഷിപ്പ് ഒന്നുകൂടി കൂട്ടി അതിൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടാനുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കാം മേ ബി ഈ ഒരു കോമൻസിനും അല്ലെങ്കിൽ ഈ ഒരു ഇതിനും റിയാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇഗ്നോർ ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, വിഷയമല്ല. പക്ഷേ ഞങ്ങൾ വീഡിയോയിൽ എന്ത് ചെയ്യും, ഇതുവരെ ആരും കാണിക്കാത്ത രീതിയിൽ സ്ട്രഗിളുകൾ കാണിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവുക. സോ എൻഡ് ഓഫ് ദ ഡേ വീഡിയോയിൽ കാണിച്ചാലും ഇല്ലെങ്കിലും അവരുടെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രഗിളുകളും സന്തോഷമൊക്കെ അവരുടെ സംഗതികളാണ്. അത് പേഴ്സണലി വെക്കേണ്ടത് പബ്ലിക്കായിട്ട് കാണിക്കേണ്ടതും അവരുടെ ഇഷ്ടമാണ്. ഡെഫിനറ്റ്ലി ആ പബ്ലിക് ഓഡിറ്റിങ് നടക്കും. കമൻറ്റ് ബോക്സിലാണെന്നുണ്ടെങ്കിലും ഇനി വേറെ ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഒക്കെ അത് പബ്ലിക്കായിട്ടൊന്ന് സാധനം ഓഡിറ്റ് ചെയ്യും. നിങ്ങളുടെ സന്തോഷം കീപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതൊന്നും കോണ്ടൻറ്റിനപ്പുറം ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഫാമിലി വ്ളോഗേഴ്സും എല്ലാവരും ശ്രദ്ധിക്കുക എന്നുള്ളതേ പറയാനുള്ളൂ. കാരണം പല കാര്യങ്ങളും പ്രൈവറ്റായിട്ട് നിൽക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കിൽ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സപ്പോർട്ട് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടും, അല്ലെങ്കിൽ സപ്പോർട്ട് സിസ്റ്റം നമുക്ക് വരും, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് സിസ്റ്റം നമുക്ക് കിട്ടും എന്നുള്ളത് ആഗ്രഹിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇടുന്നത്. ഓക്കെ, അത് നേരെ ഉൾട്ടയാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ഫ്രീസായി പോകുന്നൊരു മൊമെൻറ്റ് വരും. അങ്ങനത്തെ മൊമെൻറ്റ്സിൽ ഡൗൺ ആവാതിരിക്കുക. ഓക്കെ, നിങ്ങൾ വിചാരിച്ചതിന് ചിലപ്പോൾ ഉൾട്ടയായിരിക്കും സംഭവിക്കുക. ബട്ട് കോണ്ടൻറ്റ് മുന്നോട്ട് പോകണം, ഏർണിങ്സ് എന്നാണ്. സോ ഇടുന്ന കോണ്ടൻറ്റുകൾ ഇടുക. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ചില കാര്യങ്ങൾ പ്രൈവറ്റാക്കി വെക്കേണ്ടത് പ്രൈവറ്റാക്കിയിട്ട് തന്നെ വെക്കുക എന്നുള്ളൊരു ഇതിലാണ് ഞാനുള്ളത്. ഞാനാണെങ്കിലും ബിഗ് ബോസ് പോയ സമയത്താണ് എൻ്റെ ആ ഒരു കാര്യങ്ങൾ ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് അപ്പുറം ഇപ്പോഴും ഞാനൊന്നും എന്താ പറയുക, നമ്മളങ്ങനെ പേഴ്സണൽ ലൈഫൊന്നും പറയാറില്ല. പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയാൻ തോന്നിയാൽ പറയുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈവറ്റാക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ സോഷ്യൽ മീഡിയ ഓഡിറ്റിങ് എല്ലാത്തിലും ഒന്നും നല്ലതല്ല. പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ പുറത്ത് പറയുന്നതിൽ ഓഡിറ്റിങ് നടക്കുന്നതിന് നമുക്ക് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല.